നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ലഞ്ച് ബോക്സ് റെസിപ്പി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സ്പൈസി ബ്രെഡ് ടോസ്റ്റ്. ഇതുണ്ടാക്കാൻ 2-3 മിനിറ്റ് മതി. അപ്പോൾ ഇതുപോലത്തെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സ് റെസിപ്പിയായ സ്പൈസി ബ്രെഡ് ടോസ്റ്റ് എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇന്ന് നമ്മൾ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു 4-5 ബ്രെഡ് എടുത്ത് വെക്കാം. സാധാരണ ബ്രെഡാണ്, വൈറ്റ് ബ്രെഡ്. പിന്നെ നമുക്ക് വേണ്ടത് 2 മുട്ട, ഒരു ചെറിയ സവാള, ഒരു പകുതി തക്കാളി. പിന്നെ ഇത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. 2 ഞാൻ 2 കളർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കളർഫുൾ ആയിരിക്കുമ്പം ഒരു ഇഷ്ടമായിരിക്കുമല്ലോ, അതുകൊണ്ട്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ചെറിയ ഒരു തണ്ട് മല്ലിയില. പിന്നെ നമുക്ക് ഉപ്പ് വേണം. സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്, വെളിച്ചെണ്ണ ആയാലും മതി. ഞാൻ 2ലും ഉണ്ടാക്കാറുണ്ട്. പിന്നെ കുറച്ച് പാല്, ഒരു 1/4 കപ്പ് പാലുണ്ട്. കുരുമുളക് പൊടി, ഇത്രയും മതി നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട്. നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നമുക്ക് സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ്. എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് അരിഞ്ഞാൽ മതി. അതിട്ട് കൊടുക്കാം. സവാള ഇട്ടിട്ടുണ്ട്. ഇത് ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്. പച്ച ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം നിർബന്ധമില്ല, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ മഞ്ഞ കളർ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. തക്കാളിയാണ്. പച്ചമുളക്, മല്ലിയില. ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണൊക്കെ എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, ഉപ്പ് അധികമായി പോകരുത്. 1/2 സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് മിക്സ് ആക്കിയാൽ മതി, ഒരുപാടങ്ങ് അടിച്ച് ഇതാക്കണമെന്നൊന്നുമില്ല. എളുപ്പത്തിൽ കഴിയുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. എന്നിട്ട് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ ബട്ടറോ ഏത് വേണേലും എടുക്കാം. ബട്ടറിനെ കഴിഞ്ഞ് എനിക്കിഷ്ടം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ആണ്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോ ബ്രെഡ് സ്ലൈസസും എടുത്ത് ഈ കൂട്ടിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ സവാളയുടെ ഈ കൂട്ട് കൈ കൊണ്ടെടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഈ എടുത്ത് വെക്കുന്ന സമയത്ത് ആ മുട്ടയുടെ ആ കൂട്ടും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അതുപോലെ എല്ലാ പീസസും ഇതുപോലെ എടുത്ത് വെക്കാം. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു 1-2 മിനിറ്റ്, അത് ഫ്ലെയിമിൻ്റെ അനുസരിച്ച്. ഞാനിപ്പോൾ 2 മിനിറ്റ് ഇതിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കിത് തിരിച്ചിടാനായിട്ട് സ്പാറ്റുല പെട്ടെന്ന് തന്നെ അങ്ങ് അടിയിലോട്ട് കയറ്റിയിട്ട് അങ്ങ് തിരിച്ചിട്ടാൽ മതി. ഇനി നമുക്ക് സിമ്മിൽ വെച്ചിട്ട് ഇത് 1 മിനിറ്റ് മാത്രം ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയം അങ്ങ് വെച്ച് കഴിയുമ്പോൾ സവാളയുടെ കളറൊക്കെ അങ്ങ് മാറും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാം. ഇതിപ്പോൾ 3 റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ബാക്കിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് 3 ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. എങ്ങനെ വേണേലും മുറിക്കാം. ഒന്നുകിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ മുറിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 4 ആക്കിയിട്ട് കട്ട് ചെയ്യാം. ഞാൻ 4 ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ട് സ്കൂളിലേക്ക് കൊടുത്തു വിടാം. ശരിക്കും പറഞ്ഞാൽ എത്ര എളുപ്പം ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ഞാൻ മോക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കിട്ടാറില്ല എന്ന് പറയുന്നത്. അവൾക്ക് ഒരു പീസ് കിട്ടും എന്ന് പറയും. കാരണം വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് അവിടെ കുട്ടികൾക്ക്. ഇനി ഇതിലേക്ക് ഞാൻ സോസ് ഒഴിച്ചു കൊടുക്കും. കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എളുപ്പത്തിലുള്ള സ്പൈസി ബ്രെഡ് ടോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ സ്പൈസി ബ്രെഡ് ടോസ്റ്റ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ശരിക്കും സ്കൂളിലേക്ക് കൊടുത്തു വിടുന്ന സമയത്ത് ജസ്റ്റ് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇതാ, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ? ഇത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും വൈകുന്നേരങ്ങളിലൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്തൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.